ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. പിന്നെ ഞാൻ ഈ ടേസ്റ്റിൽ കാണിക്കുന്നത് നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ ടിക്ടോക്കിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം തന്നെ നല്ല വൈറലായിട്ട് തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഫുൾജാർ സോഡയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഒത്തിരി പേര് ഇതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൂടെ നോക്കാം എങ്ങനെയാണത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫുൾജാർ സോഡയ്ക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലൊരു കുഞ്ഞു ഗ്ലാസ്സാണ്. അപ്പോൾ ഒരു വീഡിയോ വൈറലായപ്പോൾ തന്നെ മിക്കവാറും എല്ലാവരും പോയിട്ട് ഇതുപോലൊരു കുഞ്ഞു ഗ്ലാസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. ഇതിനകത്താണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് നമ്മുടെ വലിയ ഗ്ലാസ്സിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു കുഞ്ഞു ഗ്ലാസ് മസ്റ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു വലിയ ഗ്ലാസ് കൂടെ വേണം. ഇതുപോലെ നമ്മുടെ ഗ്ലാസിൻ്റെ, അതായത് പൊട്ടുന്നത് തന്നെ വേണമെന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് കുറച്ച് കാണാനൊക്കെ ഭംഗി ഇതുപോലൊരു പൊട്ടുന്ന ഗ്ലാസ്സിൽ ചേർക്കുമ്പോഴാണ്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന ഈ ചെറിയ ഗ്ലാസ് വലിയ ഗ്ലാസ്സിനകത്തേക്ക് ഈസി ആയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റണം. ടൈറ്റിലൊന്നും അല്ലാണ്ട് ലൂസായിട്ട് തന്നെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പൊട്ടുന്നൊക്കെ ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഗ്രൈൻഡ് ചെയ്യാണ്. സെപ്പറേറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ 2 ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് നന്നായിട്ട് വേണം കേട്ടോ, എരിവാകുമ്പോഴാണ് ടേസ്റ്റ്. ഞാനിതിപ്പോൾ മക്കൾ വാശി ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല കളറുള്ള മിൻറ്റ് ലീഫ് വേണം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയിൽ ചേർത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഗ്രൈൻഡ് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർക്കാം. അധികമൊന്നും ചേർക്കണ്ട, കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മിൻറ്റ് ലീഫ് അതുപോലെ ഇഞ്ചി എല്ലാം നീരെടുത്തിട്ട് വെക്കാം കേട്ടോ. ഇങ്ങനെ ഒരുമിച്ച് ചേർക്കണം എന്നൊന്നുമില്ല. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് അരിച്ചിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ കംപ്ലീറ്റ് ലൈം ജ്യൂസ് വേണം. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയുടെ സിറപ്പ് വേണം. അപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര നന്നായിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ ചേർത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ടത് നന്നായിട്ട് തണുപ്പായതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കുഞ്ഞു ഗ്ലാസ്സിലേക്ക് ആദ്യം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിപ്പം ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി അതുപോലെ പച്ചമുളക് മിൻറ്റ് ലീഫ് അതുകൂടെ ഇതിലേക്ക് ചേർക്കാം. നിങ്ങൾ കഴിക്കുമ്പം അത്യാവശ്യം 3 പച്ചമുളകൊക്കെ ചേർത്തിക്കോളൂ കേട്ടോ, എന്നാലേ അത് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാരയുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഫൈനലായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സബ്ജ സീഡ് കുതിർത്ത് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ കസ്കസ് കുറച്ച് വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് കുതിർത്തിട്ട് അതുകൂടെ ചേർക്കാം. 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് സോൾട്ടാണ്, അതായത് നമ്മുടെ ഉപ്പ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത സമയത്ത് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സോഡയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്നും പൊങ്ങി വന്നില്ല, അതായത് പതിഞ്ഞ് വന്നില്ല. അപ്പോൾ മനസ്സിലായി ഉപ്പ് ചേർത്തിട്ടത് മിക്സ് ചെയ്യരുത്. ഉപ്പ് ഏറ്റവും ടോപ്പിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, എങ്കിൽ മാത്രമേ നന്നായിട്ട് പതിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഉപ്പ് ചേർക്കണ്ട. ഇനി നമുക്ക് സോഡ എടുക്കാം. അപ്പോൾ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള സോഡ എടുക്കുക. എന്നിട്ടത് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. സോഡ ആദ്യമേ തന്നെ പുറത്തൊന്നും എടുത്ത് വെക്കണ്ട കേട്ടോ. ആ ഒരു ടൈമിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി. നല്ല തണുപ്പോട് കൂടിയിട്ട് കുടിക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ സോഡ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ ചേർത്തിട്ടുള്ള ഈ ഒരു ഇതിൻ്റെ ഒരു മിക്സിൽ ഉപ്പ് ചേർക്കണം. അപ്പോൾ ഒരു 1 ടീസ്പൂണോളം ഉപ്പ് ഞാനിതിൻ്റെ ടോപ്പിൽ ചേർത്തിട്ട് ഡയറക്റ്റ് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നന്നായിട്ട് പതഞ്ഞ് വരുന്നത്. ഇതുപോലൊന്നുമല്ല, ഒത്തിരി അങ്ങ് പതഞ്ഞ് വരും. ഉപ്പ് കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ. പക്ഷെ നമുക്കിത് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഉപ്പ് അധികം ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുടിക്കുന്നത് നമ്മളല്ലേ, പ്രത്യേകിച്ച് ഈ ഒരു നോമ്പ് കാലം. അപ്പോൾ നോമ്പ് തുറന്ന ഉടനൊന്നും ആരും ഇത് ട്രൈ ചെയ്യണ്ട കേട്ടോ. അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ട്, പ്രത്യേകിച്ച് വല്ല പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ കഴിച്ചാൽ മതിയേ. അതല്ലെങ്കിൽ നന്നായിട്ട് പണി കിട്ടും കേട്ടോ. നോമ്പ് തുറന്ന ഉടനൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറ് പെട്ടെന്ന് നമുക്ക് ഫില്ലായ പോലെയൊക്കെ തോന്നും, പക്ഷേങ്കിൽ പിന്നെ തലക്കൊക്കെ എന്തോ ഒരു പോലെ തോന്നി. അപ്പോൾ നിങ്ങൾ നോമ്പ് തുറന്ന ഉടനെ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഞാനെന്തായാലും സോഡ ഒന്നും വല്ലാണ്ട് കുടിക്കാത്ത ആളാണ്, എങ്കിൽ പോലും എനിക്കൊക്കെ ഇഷ്ടമായി. പിന്നെ നമുക്ക് ഇത് പല ഫ്ലേവറിൽ ചെയ്യാം കേട്ടോ. അത് ഞാൻ ഇൻഷാ അല്ലാഹ് വൈകാതെ അപ്ലോഡ് ചെയ്യാം. ഈ നോമ്പും സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് നോമ്പ് തീരുന്ന സമയമല്ലേ, അപ്പം ഇതുമ്മേ ഇരുന്നാൽ ശരിയാവില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ചെയ്തതിൻ്റെ വീഡിയോ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇതുപോലെ സോഡയൊക്കെ ചേർത്തതിന് ശേഷം ആദ്യമേ തന്നെ ഞാൻ ഉപ്പൊക്കെ ഈ ഒരു മിക്സിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ 1 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്തിയതുള്ളൂ. ഡയറക്റ്റ് ഗ്ലാസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു, ഇപ്പോൾ പത വരുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഒന്നും വന്നില്ല. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞാനതൊന്നും വരാത്ത കണ്ടപ്പം വെറുതെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തു. അപ്പോൾ കുറച്ച് പത വന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പതഞ്ഞൊക്കെ വരണം ഒക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യണ്ട. ഫൈനലായിട്ട് ഏറ്റവും ടോപ്പിൽ ഉപ്പ് ചേർക്കുക. പിന്നെ 1 ടീസ്പൂണൊന്നും ചേർത്തിട്ടും കാര്യമില്ല, അതിനേക്കാളും കൂടുതൽ ചേർക്കണം. അപ്പോഴേ നന്നായിട്ട് പതഞ്ഞു വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നോക്കുക. ഒരു തവണയൊക്കെ ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ.
അപ്പോൾ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അസ്സാം വലൈക്കും.